ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിലെടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും ടാലിനെ പറ്റി പറയും, നമ്മുടെ ഫിഷറിനെ പറ്റി പറയും, കാൾസൺ, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്ററുകളെ പറ്റിയൊക്കെ പറയും, ക്യാപ്പബ്ലങ്ക. പക്ഷെ പലരും മിസ്സാക്കുന്ന ഒരു പേരാണ് അലക്സാണ്ടർ ആലക്കൈൻ എന്നുള്ളൊരു പേര്. അലക്സാണ്ടർ ആലക്കൈൻ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ചെസ് പ്ലെയർ ആയിരുന്നു. 1923 ഗ്ലാസ്ഗോവിൽ വെച്ച് കിടന്ന ഒരു മനോഹരമായൊരു ചെസ് മിനിയേച്ചറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കളിയിൽ വൈറ്റ് കളിക്കുന്ന ആലക്കൈനും ബ്ലാക്ക് കളിക്കുന്ന ഫോറസ്റ്റർ എന്നുള്ള പ്ലെയറുമാണ്. ആലക്കൈൻ E4 വെച്ച് കളി തുടങ്ങുന്നു. E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. നമ്മുടെ റൂയിൽ ഓപ്പസ് ഓപ്പണിംഗ് ആണ്. പോൺ E6, ബിഷപ്പ് A4, നൈറ്റ് F6, നൈറ്റ് C3 കളിച്ചാൽ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ബിഷപ്പ് C5. ഇത് നമ്മുടെ റൂയിൽ ഓപ്പസിൻ്റെ ടറാഷ് വേരിയേഷനാണ്. നൈറ്റ് ടേക്സ് E5. അപ്പോൾ ഇത് ഒറ്റ നടത്തൊരു നൈറ്റ് സാക്രിഫൈസ് ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ ഒരു സാക്രിഫൈസ് ഒന്നുമല്ല. തൊട്ടടുത്ത് തന്നെ പീസ് കളിച്ചിട്ട് നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുമ്പോൾ D4 കളിച്ച് ഈ ഒരു ബിഷപ്പിനെയും നൈറ്റിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് B4 കളിക്കുന്നു. പോൺ ടേക്സ് നൈറ്റ്, നൈറ്റ് ടു E4. അപ്പോൾ ഈ നൈറ്റിനെ പിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നൈറ്റും ബിഷപ്പും രണ്ടും കൂടെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂൺ D4. അപ്പോൾ ഇപ്പോൾ നൈറ്റ് വെച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പോൺ വെച്ച് വെട്ടിയെടുക്കുക. ഇതിൻ്റെ ഐഡിയയിലാണ് ക്യൂൺ കളിക്കുന്നത്. അത് മാത്രമല്ല രണ്ട് പീസുകൾ ഒരേ സമയം അറ്റാക്കും ചെയ്യുകയാണ്. നൈറ്റ് ടേക്സ്, പോൺ ടേക്സ്. ഇപ്പോൾ ബിഷപ്പ് പുറകോട്ട് പോകണമല്ലോ. ബിഷപ്പ് ടു A5, ബിഷപ്പ് ടു A3. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ എന്താണ്? ബ്ലാക്കിൻ്റെ ടോട്ടലി നാച്ചുറൽ മൂവായിട്ടുള്ള കാസ്ലിംഗ് തടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഷപ്പ് ടു A3 കളിക്കുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ കാസ്ലിംഗ് പറ്റില്ല. കാരണം ബിഷപ്പ് വളരെ സ്ട്രോങ് ആണ്. കിങ്ങിന് F8 പോകാൻ പറ്റില്ല, കാസ്ലിംഗ് കൂടെ നടക്കില്ല. ഇനി ഇത് അടച്ചു കളയാൻ നോക്കിക്കഴിഞ്ഞാൽ D6 ഒന്നും നടക്കില്ല. കാരണം എന്താണ്, ഈ ബിഷപ്പ് വെച്ചിട്ട് ആ സ്ക്വയറൊക്കെ പിണ്ടാണ്. അപ്പോൾ തൽക്കാലം ഇവിടെ ബ്ലാക്കിന് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. പോൺ ടു B6. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ബിഷപ്പിന് ലോങ് എന്തായാലും കിങ് സൈഡിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബ്ലാക്കിന് മനസ്സിലായപ്പോൾ എന്നാൽ ഇനി ക്യൂൺ സൈഡിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. പോൺ ടു E6 വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവാണ്. പോൺ ടു E6. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ മിക്കവരും ചെയ്യുന്ന ഒരു മൂവാണ് കാസ്ലിംഗ് പോലത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവ്സ്. ഒരു ഉദാഹരണത്തിന് ഒന്നെങ്കിൽ ഇവിടെ ക്യൂൺ സൈഡ് കാസ്ലിംഗ് അല്ലെങ്കിൽ കിങ് സൈഡ് കാസ്ലിംഗ്, രണ്ടും വലിയ കുഴപ്പമില്ലാത്ത മൂവ്സ് തന്നെയാണ്. പക്ഷെ ആലക്കൈൻ കളിക്കുന്നത് പോൺ ടു E6 ആണ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഇതിൽ ഈ പോൺ വെച്ച് വെട്ടിയെടുക്കാൻ പറ്റില്ല, കാരണം പിണ്ടാണ്. വേണമെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടിയെടുക്കാം, പക്ഷെ ആ കേസിൽ ക്യൂൺ ടേക്സ് G7. അങ്ങനെ സ്ഥലത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. ക്യൂൺ ടേക്സ് G7 ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക. റൂക്കിനെ എവിടെ കൊണ്ടുവച്ചാലും റൂക്കിന് F8 വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ലൂസിങ് ആണ്. F1 വെച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ D വെച്ചെടുക്കാൻ പറ്റില്ല, Fഉം വെച്ചെടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് കളിക്കുന്നത് ക്യൂൺ ടു F6. അടുത്ത ബ്രില്ലിംഗ് മൂവ് ബിഷപ്പ് ടേക്സ് D7 ചെക്ക്. അപ്പോൾ ഇവിടെ വേണേൽ ബിഷപ്പ് ഒന്ന് വെട്ടിയെടുക്കാം. ബിഷപ്പ് ഒന്ന് വെട്ടിയെടുത്താൽ എന്താണ് പ്രശ്നം? ചെക്ക് മേറ്റ് ആണ്. പ്രത്യേക സ്ഥലത്തേക്ക് F8 പോകാൻ പറ്റില്ല, ഈ സ്ട്രോങ് ആയിട്ടുള്ള ബിഷപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ബിഷപ്പ് ടേക്സ് D7 ശേഷം കിങ് D8 ആണ് കളിക്കുന്നത്. ഇവിടെ സ്ട്രേറ്റ് ഫോർവേഡ് വിന്നുണ്ട്. ബിഷപ്പ് ടു C6 ചെക്ക്. അപ്പോൾ ഈ മൂവ് കുറച്ച് ട്രിക്കിയാണ്. കാരണം ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടെങ്കിലും ക്യൂന് ഈ ഒരു ക്യൂവിനെ എയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്കവേർഡ് ചെക്ക് വന്നാൽ ക്യൂവിനെ അങ്ങ് എടുത്ത് വെട്ടിക്കളഞ്ഞാൽ മതിയില്ല. അപ്പോൾ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അലോ ചെയ്തുകൊണ്ട് സർപ്രൈസിൻ്റെ ആലക്കൈൻ കളിക്കുന്നത് ബിഷപ്പ് ടു C6 ഒരു ഡിസ്കവേർഡ് ചെക്കാണ്. ബ്ലാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് ഈ ഒരു ക്യൂവിനെ വെട്ടിയെടുക്കുന്നു. കാരണം എന്താണ്, ഈ പോൺ വെച്ച് ഈ ഒരു ക്യൂവിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, പിണ്ടാണ്. അപ്പോൾ ആലക്കൈൻ ഒരു ബ്ലണ്ടർ ചെയ്ത പോലെയാണ് ഒറ്റ നോട്ടത്തിൽ തീരുന്നത് തോന്നുക. പക്ഷേ ഇവിടെ ആലക്കൈൻ ഒറ്റ മൂവിൽ ഒരു ചെക്ക്മേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഒന്ന് പൊസിഷനിലേക്ക് നോക്കിയിട്ട് ഇവിടെ ഒറ്റ മൂവിൽ എന്ത് മൂവ് കളിച്ചാൽ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അതെ, ഒരു സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള പോൺ ടു E7 ചെക്ക്മേറ്റ് ആണ്. അതൊരു പോൺ വെച്ചിട്ട് ഒരു ചെക്ക്മേറ്റ്. അപ്പോൾ ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലേക്ക് വന്ന ക്യൂവിനെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ബിഷപ്പ് C6 എടുത്ത് ഡിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പോൺ വെച്ചൊരു ചെക്ക്മേറ്റ്. വളരെ മനോഹരമായൊരു ഗെയിമാണ് 1923 ആലക്കൈൻ കളിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആലക്കൈൻ ഗെയിംസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.